ഹലോ, ഗുഡ് മോർണിംഗ്. സിനിമാസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാണ് വിശേഷം? നല്ല മഴയും കാറ്റുമാണ് ഇപ്പോൾ വിശേഷം അല്ലേ. ജൂൺ 1-നാണ് സാധാരണ നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ കാലവർഷം നമ്മൾ കണ്ടേക്കുന്നത് അല്ലേ. അതുകൊണ്ട് ഇപ്പം ജൂൺ 1 ആയപ്പോഴത്തേനും തോടും എല്ലാം നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകും. ആ ഒരു സ്റ്റേജ് ആയിട്ടുണ്ട്. ദൈവം ശരിക്കും കാണുമ്പോൾ പേടി ഉറപ്പ് തോന്നുന്നുണ്ട്. ഒരു അത്ഭുതവും പേടിയും ഒക്കെ തോന്നുന്നുണ്ട്. ഉറക്കം നിറഞ്ഞ് കവിഞ്ഞൊഴുകും കേട്ടോ. മോളിൽ കയറിയാൽ നമുക്ക് ചെറുതായിട്ട് കാണാൻ പറ്റുമേ. ഞാൻ പുറത്തോട്ട് പോയിട്ട് ഇപ്പോൾ എന്നാ പറയുക, കുറേ ദിവസങ്ങളായി കേട്ടോ. അന്ന് അമ്പലത്തിൽ പോയിട്ട് വന്ന് കയറിയതാണ്. അത് കഴിഞ്ഞ് ഇതുവരെ പോയില്ല. ഇന്ന് അമ്പലത്തിൽ പോകണം, മാതാവിൻ്റെ അടുത്ത് പോകണം എന്നൊക്കെ ഓർത്താം. പക്ഷേ നമുക്ക് പോകാൻ പറ്റത്തില്ല. അതേ സൈസ് പെരുമഴയും കാറ്റും. ഒരു 2-3 മിനിറ്റ് പെയ്യാതിരുന്ന് പിന്നെ വന്നതിനും അതിലും ഭയങ്കരമായിട്ട് മഴ പെയ്യുക. ഇന്നുകൊണ്ട് ഇച്ചിരി മഴ കുറയുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒട്ടും കുറഞ്ഞിട്ടില്ല. അങ്ങനെ തന്നെ പെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ താലി എൻ്റെ കഴുത്തിൽ കയറിയിട്ട് 17 വർഷമായി കേട്ടോ. താലി സിന്ദൂരമൊക്കെ കിട്ടിയിട്ട് 17 വർഷമായി. അപ്പം ഒരു ആവത്തിനർത്ഥം വരുത്താണ്ട് ഈ 17 വർഷം ദൈവം കാത്തു പരിപാലിച്ചു. അതിന് ഒത്തിരി തമ്പുരാനോട് നന്ദി. അതുകൊണ്ടൊക്കെ തന്നെ എന്നാ പറയുന്നത്, നമ്മുടെ അച്ഛനമ്മമാരോടും ഒത്തിരി അല്ലേ. അതല്ലേ ജീവിതത്തിൽ എന്നാ പറിച്ചിട്ട് പറഞ്ഞാലും ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി ദുരിതവും ദുഃഖമൊക്കെ അനുഭവിച്ച് അത് കഴിഞ്ഞും കഷ്ടപ്പാടിലൂടെയും ദുരിതത്തിലൂടെയും കടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ദൈവമായിട്ട് കൊണ്ട് തന്നതാണ്. അതും വീട്ടുകാർ, അച്ഛനമ്മമാരുടെ 2 കൂട്ടരുടെയും 3 കൂട്ടരുടെയും സ്നേഹത്തോടെയുള്ള ഇടപെടൽ മൂലം അവരുടെ അനുഗ്രഹത്തോടെ തന്നെ കിട്ടിയതാണ് കേട്ടോ ചേട്ടനെ. അതിപ്പോഴും അങ്ങനെ തന്നെ പോകുന്നുണ്ട് മുമ്പോട്ടേക്ക്. ദൈവമേ കണ്ണു തട്ടാണ്ടിരിക്കട്ടെ എന്ന് ഓർക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോഴും ഞാൻ ആ ദിവസമൊക്കെ ഓർക്കുന്നുണ്ട് കേട്ടോ. അന്നത്തെ ഇന്നിപ്പം എൻ്റെ കൺമുമ്പിലൂടെ കഴിഞ്ഞു പോയ ഉണക്ക് തോന്നുന്നുണ്ട്. കാരണം ശരിക്കും ആദ്യമൊക്കെ ഒരു പേടിയായിരുന്നു. എങ്ങനെയായിരിക്കും ഇനി അടുത്തത്, എങ്ങനെ ആയിരിക്കും, അങ്ങനെ ഒന്ന് ചൂടുവെള്ളത്തിൽ ചാടി പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അന്ന് പറഞ്ഞോളൊക്കെ ശരിക്കും ഒരു പേടിയുണ്ടായിരുന്നു. പക്ഷേ ദൈവം എന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴിയിലോട്ട് ഇടുകയല്ലായിരുന്നു കേട്ടോ. ഒത്തിരി നല്ല സന്തോഷവും സമാധാനവും ഉള്ളൊരു കുടുംബത്തിൽ തന്നെയാണ് ചെന്ന് കയറാൻ പറ്റിയത്. ശാന്തി സമാധാനവും ക്ഷമയും ഒക്കെ ഉള്ളൊരു മനുഷ്യനെയാണ് ദൈവം തിരഞ്ഞു വെച്ചിരുന്നത്, തന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുമ്പിലോട്ടൊക്കെ ഇങ്ങനെ ചിരിച്ച് സന്തോഷിച്ച് ഇരിക്കാനായിട്ടും ഒക്കെ പറ്റുന്നത് കേട്ടോ. ചേട്ടായിക്ക് ദീർഘായുസ് കൊടുക്കട്ടെ പ്രാർത്ഥിക്കുന്നു തമ്പുരാനോട് എപ്പോഴും. ഇന്നലത്തെ പോലെ എൻ്റെ മനസ്സിൽ ഇന്നലെ രാത്രി ഞാൻ ചേട്ടായോട് പറയാതെ, ചേട്ടായി ഇന്നലത്തെ മുളക് തോന്നുന്നുണ്ടല്ലേ 17 വർഷം ഈ ചേട്ടാ എന്നെ സഹിക്കാൻ തുടങ്ങിയിട്ടത്. അതേടി ശരി തന്നെയാണ്. ഞാൻ പറഞ്ഞതിനനുസരിച്ച് എൻ്റെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ അത് ഓർമ്മയായിരുന്നു. എൻ്റെ സുരേഷ് ചേട്ടായി വല്യമ്മാവൻ്റെ മോനാണ്, എൻ്റെ മൂത്ത അമ്മാവൻ്റെ മോനാണ് സുരേഷ് ചേട്ടായി. ജലജ ചേച്ചി, മണിക്കുട്ടി, വിജയമ്മാവൻ്റെ മോള് മണിക്കുട്ടി, പിന്നെ അങ്ങനെ കുറേ പേര് തലേദിവസം വൈകിട്ട് വന്നിട്ടേ വിഷമിക്കൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട, സന്തോഷമായിട്ടിരിക്കണം, അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് ഇന്ദിരമ്മായി, അമ്മ, കാഞ്ചിയാറമ്മ, ചാച്ചൻ, അനീഷൊക്കെ ഒന്ന് കുഞ്ഞല്ലേ. പിന്നെ പാറുമൊക്കെ ഇച്ചിരി ഉള്ളൂ മോനാടെ. പാറുമോള്, പിന്നെ വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ. അതിനെ ഇപ്പം ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുത്ത് നോക്കിയാൽ ശരിക്കും ചിരി തോന്നും. ഇച്ചിരി ഉള്ളു പിള്ളേരെ ഒക്കെ. പിന്നെ വല്യച്ചാച്ചനെ, വല്യമ്മച്ചി, എൻ്റെ അമ്മയുടെ അച്ഛനും അമ്മയും, അവരുടെ ചാച്ചനും അമ്മയും അച്ഛനൊക്കെ നേരത്തെ മരിച്ചു പോയത് കേട്ടോ. വൈക്കത്തായിരുന്നു. അപ്പം വല്യമ്മച്ചിയും വല്യച്ചാച്ചനും ഞങ്ങൾ കണ്ട ഓർമ്മ ഞങ്ങളുടെ അമ്മയുടെ അച്ഛനെയും അമ്മേനെയാണ്. ആ വല്യച്ചാച്ചൻ്റെയും വല്യമ്മച്ചിയുടെയും ഒക്കെ ആ ഒരു സാന്നിധ്യത്തിലാണ് ചേട്ടായി എൻ്റെ കഴുത്തിൽ ഈ താലി ഇട്ട് തന്നത്. അതൊരു വലിയ ഭാഗ്യം തന്നെയല്ലേ ഒരു കണക്ക് പറഞ്ഞാൽ. എൻ്റെ ദൈവമേ ശരിക്കും. എന്നിട്ട് ഞാൻ ഇങ്ങനെ മനസ്സിലോർക്കുമായിരുന്നേ, എന്തേറെ പേടിയോടെ ആണെങ്കിലും ഭയത്തോടെ ആണെങ്കിലും അവരുടെ കുടുംബത്തിൽ എന്നിട്ട് എനിക്ക് വിഷമിക്കേണ്ടയോ വേദനിക്കേണ്ടതായിട്ടോ ഒന്നുമുള്ള വലിയ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടോ ഉണ്ടായിട്ടോ ഒന്നുമില്ല കേട്ടോ. ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് തന്നെ ഉണ്ടല്ലോ, കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് കല്യാണത്തിൻ്റെ അന്ന് കാഞ്ചേറിയാസിനാണ് എൻ്റെ കൈ പിടിച്ചു കൊടുക്കുന്നത്. ചാച്ചൻ ദയനീയമായിട്ട് കൈ പിടിച്ചു കൊടുക്കുമ്പോൾ ചേട്ടയുടെ മുഖത്തോട്ടാണ് തോന്നുന്നത്, ഇനി എൻ്റെ കുഞ്ഞിനെ വിഷമിപ്പിക്കരുതേ. ചാച്ചനൊന്നും പറഞ്ഞിട്ടുണ്ടാകത്തിന് പറയായിരുന്നു. പിന്നെ അനീഷ് പെണ്ണ് കെട്ടി പെണ്ണിനെ ആയിട്ട് വീട്ടിലോട്ട് കൊണ്ടുവന്നു. ഫസ്റ്റ് എസ്റ്റേറ്റ് വീട്ടിലോട്ട്, ഞങ്ങളുടെ മുകളിലത്തെ വീട്ടിൽ. അപ്പം ഞാൻ കടയിൽ നിന്ന് വരുന്ന നോക്കി ഓട്ടോയും കൊണ്ട് വന്നിട്ട് എന്നെ കണ്ടുകൊണ്ട് ചാച്ചൻ പറഞ്ഞ ഒരു ഡയലോഗുണ്ട്, നീ ആരൊക്കെ വന്നാലും ആരൊക്കെ കെട്ടിയാലും നീ ആട്ടെ എൻ്റെ മൂത്ത പോണത്. ഒരു ഇത് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഇന്ന് ആ ഫോട്ടോ കണ്ടപ്പോഴാണല്ലോ കേട്ടോ. കാരണം ചേട്ടൻ നോക്കുന്ന ആ ഒരു നോട്ടമൊക്കെ ഉണ്ട്, എൻ്റെ കൊച്ചിനെ നല്ല രീതിയിൽ നോക്കിക്കോണേ എന്നുള്ള രീതി. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഓരോരുത്തരെയും. പിന്നെ നമ്മുടെ ചേട്ടൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു രാജീവ് എന്ന് പറയുന്ന കോൺട്രാക്ടറായിരുന്നു.
റോഡിൻ്റെയൊക്കെ സാറ് അതിനകത്ത് ഭയങ്കരമായിട്ടും ചേട്ടായിക്കും എനിക്കൊക്കെ സപ്പോർട്ട് തന്നു. കല്യാണത്തിന് എല്ലാ കാര്യത്തിനും മുമ്പ് ചെയ്യുന്നത്. പക്ഷെ സാറ് മരിച്ചുപോയി. ഇന്ന് ആ ഫോട്ടോ കണ്ടപ്പോഴേ വലിയച്ചാച്ചൻ മരിച്ചുപോയി, വല്യമ്മച്ച മരിച്ചുപോയി, മോനായി മരിച്ചുപോയി, അവരെല്ലാം ഇന്ന് ആ ഫോട്ടോയ്ക്കകത്തുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ആൽബം ഒന്ന് 2-3 പ്രാവശ്യം എടുത്ത് നോക്കി. പക്ഷേ ചിലപ്പോൾ ചിലത് കാണുമ്പോൾ ഒത്തിരി ഇതും തോന്നും. കുഞ്ഞുങ്ങളൊക്കെ ചെറുതായിട്ട് ചിപ്പിമോളും പാറും ഒക്കെ കുഞ്ഞായിട്ട് നിൽക്കുന്നു. അങ്ങനെ എന്താ ദൈവമേ, അയ്യോ. അപ്പോൾ അങ്ങനെ 17 വർഷം ദൈവം കാത്തുവരുമായിരിച്ചു. തമ്പുരാനോട് നന്ദിയൊക്കെ പറയാം. വീണ്ടും ആഘോഷവും കാര്യങ്ങളും ഒന്നും വെച്ചില്ല, വേണ്ടാന്ന് വിചാരിച്ചു. ഈ മഴയും കാര്യങ്ങളും ഒത്തിരി പേര് വിഷമവും ദുഃഖവും സങ്കടത്തിലൂടെയും കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. വെള്ളം കയറിയും വീടുകളിൽ ഒരു നേരത്തെ ഫുഡിന് പോലും ഇല്ലാണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊരു ആഘോഷമാകും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ രാവിലെ അമ്പലത്തിൽ ഒന്ന് പോകണം, മാതാവിൻ്റെ അടുത്തൊന്ന് പോകണമെന്ന് വിചാരിച്ചു. പക്ഷെ മഴ കാരണം അതും നടന്നില്ല. അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ ഈ പ്രാവശ്യം ഒന്നും നടന്നിട്ടില്ലെന്ന്. സാരമില്ലടി, ദൈവത്തിന് അറിയാമല്ലോ എല്ലാം എന്ന് പറഞ്ഞു. അങ്ങനെ പോയി. പിന്നെ പിള്ളേരേതായാലും ഉള്ളതുകൊണ്ട് ഒരു ശകല സന്തോഷമുണ്ട്. കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടല്ലോ, അത് ഓർക്കപ്പുറത്ത് വിഷ്ണു ആണെങ്കിലും വന്നു. അതുകൊണ്ടൊരു സന്തോഷമുണ്ട്. എന്നാ അമ്മ ചെയ്യേണ്ടി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നടപ്പുണ്ടായിരുന്നു രണ്ടുപേരും. ഞാൻ പറഞ്ഞു, മക്കളെ ഒന്നും വേണ്ട, നമുക്ക് ഇന്ന് നമ്മുടെ സാധാ ഇതായിട്ട് പോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷം എന്ന് പറഞ്ഞാൽ കുഞ്ഞി നമ്മുടെ കുറച്ച് സമയത്തെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മിസ് ചെയ്യാണ്ട് കാണുക, സപ്പോർട്ട് ചെയ്യുക. കാരണം ഭയങ്കരമായിട്ട് വ്യൂസ് പറഞ്ഞു പോയി. ഒത്തിരിയും ഞാൻ നോക്കിയിട്ട് ഒത്തിരി സെലിബ്രിറ്റികളും ഒത്തിരി ക്യാഷ് ഉള്ളവർക്ക് വീണ്ടും ദൈവം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒത്തിരി പാവങ്ങളുണ്ട് വേറെ ഒരു ജോലിക്ക് പോകാൻ പറ്റാണ്ട് ഇതൊരു വരുമാന മാർഗമായിട്ടിരിക്കുന്ന യൂട്യൂബേഴ്സ് ഒത്തിരി പേരുണ്ട്. അങ്ങനെ ഒരു യൂട്യൂബറാണ് അബി നന്ദു ബ്ലോഗ് എന്ന് പറയുന്ന ആ പെൺകുട്ടി, ആ മക്കളും കേട്ടോ. ആള് ഈ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആ കുഞ്ഞുങ്ങൾ ജീവിക്കാൻ വേണ്ടിയിട്ട് ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അത് ആ വീഡിയോയും ലൈവും ഒക്കെ കണ്ടാൽ മനസ്സിലാവും. അങ്ങനെയുള്ളവരൊക്കെ കയറ്റിക്കൊണ്ട് വരാൻ ശ്രമിക്കുക, ഉയർത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുക. സെലിബ്രിറ്റികൾ അഭിനയിച്ച് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്തൊക്കെ ഇത് കാശ് വരുമാനം ഉണ്ടാക്കത്തില്ലേ. ഞാൻ അവർക്ക് ചെയ്യരുതെന്ന് അങ്ങനല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ പാവങ്ങളെയും കൂടെ പരിഗണിക്കുക കേട്ടോ. അതിൽ എന്നെയും കൂടെ ഒന്ന് സൈഡ് വഴി ഒന്നും ഉൾപ്പെടുത്തുക കേട്ടോ. കാരണം എനിക്ക് വലിയ എന്നാ പറയുന്നത് കടവും കാര്യങ്ങളും ഒന്നും ഇല്ലെങ്കിലും ഒരു കുറച്ച് കടങ്ങളും കാര്യങ്ങളും കൂടെ ഒക്കെ ഉണ്ട്. അതും കൂടെ ഒക്കെ ഒന്ന് വീടിപ്പിറക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അങ്ങനെ ഈ മാസമൊക്കെ ഭയങ്കരമായിട്ട് വ്യൂസ് ഭയങ്കരമായിട്ട് കുറഞ്ഞു പോയി. പക്ഷെ ദൈവം നമ്മളെ കൈവിടില്ല എന്നുള്ളൊരു ഉത്തമ ബോധ്യത്തോടെ തന്നെ ഞാൻ മുമ്പോട്ട് പോകും. തമ്പുരാനോട് എപ്പോഴും മുറുക്കം നന്ദി പറയും. അപ്പം ദൈവം നമ്മളെ കൈവിടത്തില്ല. അത് സത്യമല്ലേ. അപ്പം അങ്ങനെ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ കൂടി പോയി കാണാം അല്ലേ. വായ എന്തിട്ടാ സാധനം കണ്ടുപിടിച്ചേ. എൻ്റെ ദൈവമേ, കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചോ കൊച്ചേ? ഇപ്പൊ ഇവള് പറഞ്ഞെന്നാന്നറിയോ, ഭയങ്കര മഴയല്ലേ, പാപ്പു എങ്ങനെ വരാനാ, അവിടെ എങ്ങാനും കിടക്കട്ടേന്ന്. അപ്പൊ ഞാൻ പറഞ്ഞ എന്നാ മുട്ടായി സാധനമൊക്കെ അവിടെ പിള്ളേർക്കും കൊടുക്കട്ടേന്ന്. അല്ല എന്നാ വേണ്ട, എന്നാ ഇങ്ങോട്ട് പോരാൻ പറയാൻ. നല്ല മഴയും തണുപ്പും ഒക്കെ അല്ലേ. നല്ല കടുപ്പത്തി ഒരു ചൂട് ചായ, നല്ല ദോശയും ഒക്കെ കൂടെ കഴിക്കാം. ഒരു എനർജി ആകാൻ രാവിലെ അല്ലേ. നല്ല പതഞ്ഞു പൊങ്ങി വരണം. അപ്പോൾ നമുക്ക് തീ ഓഫാക്കാം. എന്നിട്ട് മധുരം വേണ്ടവർക്ക് മാത്രം ഇട്ട് നമുക്ക് അടിച്ചൂറ്റി സൂപ്പറായിട്ട് അങ്ങ് കൊടുക്കാം. കണ്ടോ, ഇന്ന് കാലത്ത് ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് നല്ല അടിപൊളി ദോശയാണ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തുന്ന ഇന്നൊരു വെറൈറ്റി സംബന്ധി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതിനുവേണ്ടി ഞാനിതേ കുറച്ച് തേങ്ങ എടുത്തു, വെളുത്തുള്ളി എടുത്തു, പിഴിപുളി എടുത്തു. പിഴിപുളി എന്ന് പറഞ്ഞാൽ അറിയാലോ, രസത്തിനൊക്കെ എടുക്കുന്ന നമ്മുടെ പുളിയില്ലേ, വാളംപുളി. പിന്നെ 5-6 വറ്റൽ മുളക് എടുത്തു. ഇത്രയും സാധനം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ട് ബാക്കി പറയാം. എന്നാന്നറിയോ, കറണ്ട് പോയാൽ പണി കിട്ടും. അപ്പുറത്ത് കറണ്ടില്ല. കറണ്ട് പോയിട്ട് ചേച്ചി ഇപ്പം പറഞ്ഞു സിന്ധു കറണ്ട് ഇല്ലെന്ന്. ഞാൻ കറിവേപ്പില എടുക്കാൻ പോയപ്പം ചേച്ചി വന്നു, എനിക്ക് വെച്ചിട്ട് കറിവേപ്പിലാന്ന് പറഞ്ഞു. എൻ്റെ സിന്ധു കറണ്ട് ഇല്ല എന്നാ ഇതെന്ന് ചോദിച്ചപ്പം. അപ്പോൾ എന്തായാലും ഞാൻ ഇവന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കട്ടെ. അപ്പം തന്നെ ഞാൻ ചട്ടി വെച്ചു, തീ കത്തിച്ചു, എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി ഞാൻ അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ചൂടായില്ലേ, ചൂടായി. കടുക് ഇട്ട് കൊടുത്തു. ആ കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒരു
ഇച്ചിരി ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്ത് കേട്ടോ. അപ്പം ഞാനിനി ഈ ഉഴുന്ന് പരിപ്പൊക്കെ ഇട്ട് കൊടുക്കും. ഉഴുന്ന് പരിപ്പ് ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡാകുമ്പോഴത്തേക്കും കണ്ടോ ആയി കഴിഞ്ഞു. ഇട്ടാൽ അന്നേരം എണ്ണ ചൂടല്ലേ, അതുകൊണ്ട് പെട്ടെന്നാവേ. ഞാനതൊരു കൊച്ചുള്ളി ഇട്ട് കൊടുത്ത് എന്നിട്ട് കറിവേപ്പിലങ്ങ് ഇട്ട് കൊടുക്കാവേ. കറിവേപ്പിലങ്ങ് ഇട്ട് കൊടുത്തു. അരച്ച് സെറ്റാക്കി എടുത്തേക്കുന്നത്. ഒത്തിരി ഓവർ വെള്ളം ഉള്ള സമ്മന്തി അല്ല ഇത്. തൊട്ടോട്ട് എന്നെ ഇച്ചിരി കുറുകിയിരിക്കുന്ന സമ്മന്തിയാണേ. ഞാനുണ്ടല്ലോ ഒരു ശകലം ഇങ്ങോട്ട് പാത്രത്തിൽ ഇങ്ങോട്ട് വെച്ച് എന്നിട്ട് ഞാൻ ഈ അരച്ച് വെച്ചിട്ട് സമ്മന്തി വെച്ച് കൊടുക്കണേ. എന്നിട്ട് ഈ പാത്രം ചെറുതായിട്ട് ഒന്നിച്ചിരി കഴുകി ചക്കല മുളക് ഒഴിച്ച് കൊടുക്കാതെ. കണ്ടോ തീ കൂട്ടി കൊടുക്കാവേ. സാധാരണ തേങ്ങാ സമ്മന്തി തിളപ്പിക്കുക എന്ന് പറയില്ലേ, പക്ഷേ ഈ തേങ്ങാ സമ്മന്തി നമ്മൾ തിളപ്പിച്ച് അതിൻ്റെ എന്നാ പറയുന്നത് ആ വെള്ളമയൊക്കെ ഒന്ന് പറ്റിച്ചെടുക്കുന്നത് കേട്ടോ. അതാണ് നല്ലത്. ഇപ്പം ഞാനിത് കായപ്പൊടി കൊടുക്കുവാണേ. ഒരു ശക്കലം കായപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി ഞാൻ ഉപ്പൊടി ഇട്ട് കൊടുക്കുവാണേ. എന്നിട്ട് ഉപ്പൊക്കെ നമുക്ക് കറക്റ്റാണോ എന്ന് നോക്കാം. എന്നിട്ട് ഈ എണ്ണ തെളിയണം, നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത. അപ്പം നമുക്കിത് തുറന്ന് നോക്കാം. റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ആക്കിയിട്ട് നമുക്ക് ഈ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടില്ല അവനെ കൂടെ മണ്ടയെടുത്ത് ഇട്ട് കൊടുക്കാം. കണ്ടോ, ദോശയ്ക്കും ഇഡലിക്കും ഒക്കെ നല്ല അടിപൊളി സമ്മതിയാണ് കേട്ടോ. അപ്പം പിന്നെ നമുക്ക് അടിപൊളി ദോശകൾ ഉണ്ടാക്കാം കേട്ടോ. കണ്ടോ, നല്ല ഉഴുന്നാണ് കേട്ടോ. ഇത് വില കൂടിയ ഉഴുന്നാണ് ചേട്ടാ മേടിച്ചിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പഞ്ഞിക്കുടുക്ക ഉണക്കിയിരിക്കും. ഉഴുന്ന് നല്ല കൂടുതൽ ഇച്ചിരി കൂടുതൽ ചേർക്കും ഞാൻ കേട്ടോ. ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉഴുന്ന് നല്ല സാധനമല്ലേ. പക്ഷേ ഈ തണുപ്പ് സമയത്ത് ഉഴുന്ന് അത്ര നല്ലതല്ല അല്ലേ, തണുപ്പാണെന്നാണ് പറയുന്നത് ഉഴുന്നിന്. എന്തായാലും ഉഴുന്ന് ഞാൻ കൂടുതൽ ചേർക്കും. നെയ്യ് ഉരുകിയിട്ടില്ല, നെയ്യ് ഒന്ന് ഉരുക്കട്ടെ. അവനൊന്ന് റെഡി ആകുമ്പത്തേന് ഈ നെയ്യ് ഞാനൊന്ന് ഉരുക്കിക്കൊണ്ട് വരാം. അതിനിടയ്ക്ക് ചൂനപ്പം വന്നാൽ കേട്ടോ. സിന്ധുമ്മ അവിടെ മരം വെട്ടിയിട്ടുണ്ടെന്ന്. എൻ്റെ ചെടിയെങ്ങാണ്ട് മറിഞ്ഞ് കിടക്കുന്ന കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എന്നാന്ന് അറിയത്തില്ല. ആണോ വെച്ചേക്കുന്നത്? അവിടെ ഇട്ടാല് അവിടെ വെച്ചാല് പിന്നത് ദോശ വേണോ? ദോശയമ്മ ദോശ, അമ്മ ചുട്ട ദോശ. പാട്ട് പാടിക്ക്. ചേട്ടായിയേ പോയിട്ട് എന്നെ വിളിച്ചേക്കുക. ഇവരും കൂടെ വന്നുകൊണ്ട് വല്ല മീൻ മേടിക്കുമോന്ന് പേടിച്ചിട്ടാണേ. മീൻ മേടിച്ചേക്കരുതേ. കപ്പൽ മുങ്ങിയോണ്ട് എന്നാണ്ട് ഡോൾഫിനും ഒക്കെ ചത്തു പൊങ്ങിയെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ ന്യൂസ് കണ്ടു. മേടിച്ചേക്കരുതേന്നു. അപ്പം ഇത് വിഷ്ണുവിന് വേണ്ടിയിട്ടുണ്ടാക്കുക കേട്ടോ. വിഷ്ണുവിന് പ്രത്യേക സൈസാണ്. മക്കൾക്ക് ഇതേണ്ടേ ഇതേ കണ്ടോ. ഒന്നും പറ്റിക്കണ്ട, നല്ല അടിപൊളിയാണ്. വിഷ്ണുവിന് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഇടും, പിന്നെ കുറച്ച് പഞ്ചസാര ഇത്. എന്റെ ദൈവമേ,
അന്നേരം ഇനി തന്നെ ഇത് എങ്ങനെ മറിച്ചിടാൻ പറ്റിയല്ലോ. മറിച്ചിട്ടാ പിന്നെ എങ്ങനെയാ പിടിക്കുന്നേ? എനിക്കറിയില്ല. വിച്ചുവിന്റെ ദോശ വിച്ചു തന്നെ വീട്ടുണ്ടാക്കി കഴിക്കാറ്. ഞങ്ങളൊന്നും ഉണ്ടാക്കിയ ആൾക്ക് പിടിക്കാറില്ല. എന്നാണേലും പിന്നെ വെറൈറ്റി ഒരു സമ്മന്തിയാ. ആണോ? വെള്ളം ആവശ്യത്തിലേറെ ഉണ്ട്. അത് കുഴപ്പമില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, എങ്ങനെയായാലും സീനില്ല. അവന്റെ അങ്ങനെ ആവട്ടെ. കണ്ടിട്ട് എങ്ങനെയുണ്ട് ലുക്കൊക്കെ? നല്ല റെഡ് കളറില് നല്ല റെഡ് മയം ഉണ്ട് കൈ. എനിക്ക് രണ്ടെണ്ണം വേണ്ട കേട്ടോ. അവന് ചൂനയ്ക്ക് കൊടുക്ക്. ചൂനയ്ക്ക് ഇച്ചിരി തേൻ ഒഴിച്ചു കൊടുക്ക്. ഇതിവിടെ 3 പേർക്ക് 3 സൈസിലാ. ഏത് എവിടെ നടക്കും? എവിടെ നടക്കുമെന്ന് പറ. ഇങ്ങനെയൊക്കെ കൊണ്ട് കൊടുക്കാം. ചൂനയ്ക്ക് എന്നാന്നറിയോ? തേനും ദോശയും, നെയ് റോസ്റ്റും തേനും ആദ്യമായിട്ട് ഞാൻ കാണുക. വീഡിയോ എടുക്കട്ടെ, അവിടെ ഇരുന്നോളാം. സമ്മന്തി എങ്ങനെയുണ്ട്? അതൊന്നും പറയല, വീഡിയോ കണ്ട് മനസ്സിലാക്കിയാ മതി. അല്ല, ഉഴുന്ന സാധാ സമ്മന്തിക്ക് അതൊക്കെ ചേർക്കുന്ന അല്ല, വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയാ മതി. അവനെ വെച്ചിട്ട് കൊടുത്തേ. അത് കുഴപ്പമില്ല. ഒരു മധുരം, ഒരു പുളി, ഒരു എരി ഒക്കെ കൂടെ ആവുമ്പോ ഞാൻ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി നോക്കിയതാ. എന്നാ ചൂനയ്ക്ക് കൊടുക്കിച്ചിരി ചമ്മന്തി. ചമ്മന്തി വേണോ? തേങ്ങയുണ്ട്. എന്നാ പിന്നെ അമ്മൂന് ഒരു ദിവസം കൂടെ ഉണ്ടാക്കാം. ഒന്നുകൂടെ തിന്നോ? അതെ, ഒരു പഴംകുട്ടി തിന്നെ. ചായ കൂടെ എടുത്തിട്ടുണ്ട്. അതെ, അത് പെട്ടെന്ന് ചീഞ്ഞു പോകും. അപ്പൊ ചായ കൂടെ തരാം. കേട്ടില്ലേ? അതല്ലേ ഞാൻ എറിഞ്ഞത്. ഞാൻ കലിപ്പ് മൂടിലാട്ടോ. കണ്ടോ കലി വരുമ്പോഴേ അങ്ങനെയുള്ള ഇതൊക്കെ എക്സ്പ്രഷൻസ് ഒക്കെ വരത്തുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, സിന്ധുവമ്മ എന്നാ തുണി വെച്ചൊന്ന് എറിഞ്ഞു റീൽസ് എടുത്തപ്പോ. അത് പുള്ളിക്കാരത്തേക്ക് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. കലി വരുന്നുണ്ടോ? അതോ നഖൊക്കെ കടിക്കുന്നു? നഖം കടിക്കല്ലേ, പോട്ടെ, ക്ഷമിച്ചേക്ക്, വിട്ടേക്ക്. അതിന് ദേഷ്യമുണ്ടാവും. നല്ല വർത്താനം പറഞ്ഞിട്ടോ അമ്മയുടെ. തുണി വെച്ചെറിഞ്ഞില്ലേ സിന്ധുവമ്മ? ഇഷ്ടപ്പെട്ടില്ല. കുഞ്ഞു മനസ്സായാലേ, അതാ അമ്മമാർക്കൊക്കെ എന്തെങ്കിലും വരുമ്പോ മക്കളല്ലേ, എല്ലാ വർഷം കാണാനും കുഞ്ഞുങ്ങൾക്ക് സഹിക്കാൻ പറ്റിയല്ല. സിന്ധുവമ്മ ഇത് തുടച്ച് മടുത്ത് കേട്ടോ. ഞങ്ങള് ചുമ്മാ ഒരു റീൽസ് എടുത്താണ്, വെറുതെ ഇരിക്കല്ലേ. അപ്പൊ ഒരു ഇച്ചിരി റീൽസ് ഒക്കെ എടുത്തിരിക്കുക, ടൈം പാസ് ആയിട്ടിരിക്കുക. നമുക്കൊരു വീഡിയോ. അതെ, കൊള്ളാമോന്ന് എല്ലാരും പറഞ്ഞു. എന്നാലും എനിക്കിട്ട് പുതുക്കം 4 ഏറെ കിട്ടിയിട്ടുണ്ട് ഈ സാധനം വെച്ചിട്ട്. വെറുതെ തുടച്ചിടാന്നുള്ളൂ, പെട്ടെന്ന് വീണ്ടും തന്നെ. അതെ, ഇനി ആ കെട്ട് കഴിച്ചിട്ടേ ചൂനനെ കൊണ്ടുപോയി കുളിപ്പീര്. ഓക്കെ. ദിവസമായിരുന്നു കല്യാണിയുടെ കൂടെ കളിച്ചിട്ടല്ലേ. കല്യാണിക്ക് മഴയായോണ്ട് വരാൻ പറ്റത്തില്ല കൂടി, ആണോ? അതുകൊണ്ടാണോ വരാഞ്ഞേ? ഞങ്ങളുടെ ഇവിടെ ഭയങ്കര വെയിലായിരുന്നല്ലോ. നിങ്ങളുടെ മഴയാണോ? ഞങ്ങളുടെ വെയിലാ. മുറ്റത്തൊക്കെ നോക്കി ഉണങ്ങി കിടക്കുമല്ലോ വെയിൽ കാരണം. അതുകൊണ്ടാണോ വരാഞ്ഞേ? ആണോ? അതെല്ലാം അവളെ ഒന്ന് പഠിപ്പിച്ച് അതൊക്കെ എന്നാന്ന് പറഞ്ഞു കൊടുത്തേ. അവളെ ആ പുസ്തകത്തേലെ എല്ലാം പടങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തേ എന്നൊക്കെയാണ്. അറിയാവോ? അതൊന്ന് ഇങ്ങനെ പഠിപ്പിച്ച് നോക്കട്ടെ. എക്സ് ആടിയത് ആണ്ട് ചേച്ചി പഠിപ്പിക്കും. അതെന്നാ മോനെ പറഞ്ഞു കൊടുക്ക. അവൾക്ക് അറിയത്തില്ല. അതെന്നാ അതിന്റെ പേരെന്നാ? എന്നാ ട്രീ, മരം. അതെന്നാ? ബട്ടർഫ്ലൈ. മിടുക്കി. സാറും കൂടെ വന്നിട്ടുണ്ട് പഠിപ്പിക്കാനായിട്ട്. 2 പേരാ. ഇവിടുന്ന് ഇങ്ങനെ പോകുന്നതിന് മുമ്പേ മൊത്തം പഠിപ്പിച്ചേക്കണം കേട്ടോ. ആരും കൂട്ടാ. അതെന്നാ
ബഫലോ ബഫലാണോ? വെള്ളം ചാടുന്ന ചേട്ടൻ കണ്ടോ? ദൈവമേ കുറഞ്ഞു കേട്ടോ കുറച്ച്. ഇന്ന് ഇച്ചിരി മഴ കുറവുണ്ടായിരുന്നു, അന്നേരം കുറഞ്ഞു. ഭയങ്കര കൊടുങ്കാറ്റായിരുന്നു. തുണി വല്ലോ ക്ലിപ്പ് കളഞ്ഞോ അറിയപ്പെട്ടെ, എല്ലാം ചുരുണ്ട് കൂടി കിടക്കുക കേട്ടോ. എന്താ പോന്നെ നീ നമ്മുടെ വഴി നോക്കി, ചെളിന്ന് പറഞ്ഞ ഭയങ്കര ചെള്ളയായി. അനുസരമോളും ആരെയും ഒക്കെ കേട്ടോ പോന്നേ. സ്കൂളിലെങ്ങാണ്ട് എന്തോ ആവശ്യത്തിന് പോയതാ. വണ്ടി ഇങ്ങോട്ട് കയറ്റിയില്ല. എന്നറിയാം, ഇവിടെ രണ്ടെണ്ണം ചെറുതായിട്ട് താന്നിട്ടുണ്ട്. മണ്ണെടുത്തിട്ടോടോ അല്ലേ നമ്മൾ, അതുകൊണ്ട് വണ്ടി അവിടെ തന്നെ ഇട്ടേക്കുക. ഇവിടെ ഇട്ടാലും നനി. അവൾ നോക്കി ചിരിച്ചുകൊണ്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ഒത്തിരി ദിവസമായില്ലേ ആൻസിരമോളെ എല്ലാവരും കണ്ടിട്ട്. ആൻസിരമോളുടെ അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങനെ അവൾ വീഡിയോയ്ക്കകത്ത് നിൽക്കുന്നില്ല കേട്ടോ. അയ്യോ ദൈവമേ, ലക്കി ബാമ്പു എല്ലാം മറിഞ്ഞൊരു പരുവായി. ഞാൻ ഇങ്ങനെയുടെ സൈക്കിൾ എടുത്ത് മണ്ടേ കൊണ്ടിട്ടതാണേ. എന്തിനാണെന്നറിയോ, പിന്നെ പെരക്കകത്ത് ഇടയില്ലല്ലോ, ഭയങ്കര പാടാണ്. എന്നിട്ട് അതെ ഒറ്റ നിക്കറില്ല ചൂനൻ്റെ ഉണങ്ങിയത് എല്ലാം തീ കിടക്കും ഇങ്ങനെ കണ്ടോ. അയ്യോ താഴ്ത്താറ് മിറ്റം ഇതായി കേട്ടോ, മണ്ണായി. അതുകൊണ്ടിട്ട് കറണ്ടില്ല അവർക്കൊന്നും. അവിടെ എങ്ങോട്ടൊക്കെ മരം വീണിട്ടൊക്കെ എന്തോ പ്രശ്നം. സജി ഇപ്പം വന്നായിരുന്നു. അയ്യോ ദേ നമ്മുടെ വീണ്ടും ഇതുപോലോ ബൾബ് താഴെ പോയി കാണും, അതെടുത്തുകൊണ്ട് വെക്കണം. ഷോ ഈ ലക്കി ബാമ്പൊക്കെ ചെരിഞ്ഞ് മിറ്റം തൂത്തില്ല. ഇറങ്ങി ചെന്നിട്ട് ഇച്ചിരി മഴ ചാർച്ച കുറവുണ്ടല്ലോ, ഒന്ന് മിറ്റവും തൂക്കാം. ആറ് കാണിക്കാം എന്ന് വിചാരിച്ച് ഞാൻ കയറി വന്ന കേട്ടോ. നല്ല തുണി നോക്കാൻ കാറ്റടിച്ച് കളഞ്ഞോന്ന് നോക്കാൻ നോക്കി വന്ന ഉണ്ടോ. ആറ്റിക്കൂടെ വെള്ളം ഒഴുകുന്നുണ്ടോ, കുതിച്ചു പായുക കണ്ടോ. അയ്യോ സോനൻ്റെ 1-2 നിക്കർ ഉണങ്ങി കിട്ടിയിട്ട് എല്ലാം നിക്കറിൻ്റെ ഈ ഇലാസ്റ്റിക്കിൻ്റെ അവിടെ ആകണ്ടേ ഉണങ്ങത്തില്ലല്ലോ. എല്ലാം നനഞ്ഞ് അടുത്ത് തണുത്ത് കിടക്കും. ഈ പ്രാവശ്യം അവള് തന്നെ ആദ്യം ബസ്സിന് വന്നുകൊണ്ട് ഒന്നും കൊണ്ടുവരാതെയാണ് തന്നെ. ഇവിടെ ഉണ്ടായിരുന്നു കുറച്ച്, അതെല്ലാം കഴിഞ്ഞു. എന്നാൽ ഇന്നലെ വിഷ്ണു വന്നപ്പോൾ നമ്മൾ അറിഞ്ഞില്ലല്ലോ. അല്ലായിരുന്നെങ്കിൽ നമ്മൾ പറഞ്ഞതിനെ 5-6 നിൽക്കുന്ന സാധനം എടുത്തുകൊണ്ട് വരാം. കൊച്ചിൻ്റെ അറിയാഞ്ഞുകൊണ്ട് അതും പറ്റിയില്ല. അപ്പം ഇവിടെയൊക്കെ 5-6 ചപ്പൊക്കെ കിടപ്പുണ്ടേ. അതൊക്കെ ഒന്ന് പിന്നെ തൂത്ത് കളയട്ടെ. ചേച്ചിയും ചേട്ടനും ഒക്കെ ഉറങ്ങുക. വേണ്ട ഇത് കണ്ടോ, ബൾബ് താഴെ പോയത്. ഒന്നുമില്ലടി, ഒന്നുമില്ല. ബൾബ് ഇവിടെ താഴെ പോയത് എടുക്കാൻ വന്നാ. ബൾബ് താഴെ പോയത് എടുക്കാൻ വന്നാന്ന് ഇന്നലത്തെ കാറ്റത്തെ. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ഇരുന്ന് വൈൻഡ് കൂടെ എടുത്തേക്കാന്നേ. കാരണം കുഞ്ഞുങ്ങളെല്ലാം കയറി വന്നപ്പോൾ എടുത്ത വീഡിയോകളൊക്കെ കുറച്ചുണ്ട്. അതൊക്കെ കൂടി ഇടാം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മെയ് 29-ാം തീയതി ആയിട്ട് ഇന്ന് ഞാൻ രാവിലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി സന്തോഷം തോന്നിയത് കണ്ടപ്പോൾ. എല്ലാവരും പിന്നെ നല്ല നല്ല മെസ്സേജുകളൊക്കെ തന്നിട്ടുണ്ട്. എല്ലാവരും പ്രാർത്ഥനയൊക്കെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി. കുറേ നമ്മുടെ യൂട്യൂബിൻ്റെ ഫോണിനകത്തും വന്നിട്ടുണ്ടായിരുന്നു, എൻ്റെ ഫോണിനകത്ത് മറ്റേ സാധാ ഫോണിനകത്തും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആശംസ അർപ്പിച്ച എല്ലാവരോടും ഒത്തിരി താങ്ക്സ് നന്ദി കേട്ടോ. എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് ഒരു പരിധി വരെ. അപ്പം എന്നും ഇങ്ങനെ തന്നെ കൂടെ ഉണ്ടാവണം. ഞാനുണ്ടല്ലോ ഇവിടെ വന്നിരുന്ന് എടുക്കുന്നത് എന്നറിയാമോ, അമ്മവും വിഷ്ണു കൂടെ അവിടെ റൂമിൽ കിടക്കുവാണേ. കിങ്ങിണി മോളും ഉറങ്ങാനാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോയിട്ടുണ്ട്. ഉറങ്ങുമോയെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് ഉറങ്ങാനായിട്ട് ഭയങ്കര മടി. ഒന്നേ ഫോണെ കണ്ടോണ്ടിരിക്കുക, അല്ലെങ്കിൽ കല്യാണി ആര്യൻകുട്ടനും വന്നിരുന്ന് അവരുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുക. എന്തിത് ഉറങ്ങുന്നില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേനും ഉറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ഒരു ഇതാവും, വഴക്കും കാര്യങ്ങളൊക്കെ ആവും. അതുകൊണ്ട് ഇച്ചിരി നേരം ഉറങ്ങിക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ഫോൺ എടുത്തോണ്ട് ഫോണിൽ നീങ്ങി പോകുന്നതാണ് കേട്ടോ. അമ്മവും വിഷ്ണു കൂടെ ഞങ്ങൾ കിടക്കാൻ പോകാന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര തണുപ്പല്ലേ അവർക്കിപ്പോൾ. അവിടുത്തെ ആ കാലാവസ്ഥ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ വിഷ്ണു ഇന്നലെ വൈകിട്ട് ഭയങ്കര കാറ്റായിരുന്നു, പെരും കാറ്റ്. അപ്പോൾ വിഷ്ണു പറയാൻ, ദൈവമേ അവിടെ മഴയാണ് കാറ്റാന്നോട് ഒരു പടികളായിരുന്നു. ഇത് എല്ലാം കൂടി ഇടിഞ്ഞു വീഴുമോ, എല്ലാം കൂടെ പൊട്ടി വരുമോ എന്ന് പേടിച്ചിട്ട് മനുഷ്യന് ഉറങ്ങാൻ പറ്റിയായിരുന്നു. അതേ സൈസ് കാറ്റായിരുന്നു ഇന്നലെ. അയ്യോ എൻ്റെ ദൈവമേ, ആർക്കും ഒരു അവിടത്തും ഒന്നും വരുത്തരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, കൊടുത്തിരാൻ വേണ്ടിയോട് ഇടിച്ചു പിടിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നുണ്ട്. എല്ലാവർക്കും ടാറ്റാ.